ഇത് എന്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കൊല്ലങ്ങൾ ഇത്ര കഴിഞ്ഞെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ എന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിക്കുന്നത്. ഓർമ്മ വെച്ചതിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞ. മക്കളുടെ പിറന്നാൾ വരുമ്പോഴും ഏട്ടന്റെ വരുമ്പോഴും ആഘോഷിക്കാന്നല്ലാതെ എന്റെ പിറന്നാളൊന്നും ഞാനങ്ങനെ ഓർത്ത് വെക്കാറുമില്ല കേട്ടോ. ഓർമ്മ ഉണ്ടെങ്കിൽ അന്ന് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരും, അത്ര തന്നെ. എല്ലാ പ്രാവശ്യവും എന്റെ പിറന്നാൾ ഏട്ടനറിയാം വൈകുന്നേരം ആയിരിക്കും. എന്നിട്ടൊരു പരാതി പറച്ചില്ല, നീ എന്താ നേരത്തെ കാലത്ത് എന്നോട് പറയാഞ്ഞെന്നും പറഞ്ഞിട്ട്. ഞാനങ്ങനെ അറിഞ്ഞിരുന്ന പോലും അവരോടങ്ങനെ പറയാറൊന്നുമില്ല. എന്തായാലും ഒരു വയസ്സും കൂടി കൂടി, അത്ര തന്നെ. ഇതിപ്പോ എന്റെ നാത്തൂന്റെ ഏട്ടനും പരിപാടിയാണ് കേക്കൊക്കെ വാങ്ങി വന്നിരിക്കണേ. ഇതിലിപ്പോ എന്റെ ഒരു നാത്തൂ മിസ്സിംഗ് ആണ്. ആളെ ടൂറ് പോയേക്കുക. ആളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ ആരുടെ പിറന്നാൾ വന്നാലും കേക്ക് വാങ്ങലും മുറിക്കലും ആഘോഷങ്ങളൊക്കെ ഇതേ എൻ്റെ ഈ നാത്തൂന്റെ വകയാണ് കേട്ടാ. മൂപ്പരാളാണ് എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന ആള്. ആ കേക്കിന്റെ മുകളിൽ ഡെക്കറേഷൻ സാധനങ്ങൾക്ക് വേണ്ടിയുള്ള തിരക്ക് കൂട്ടലാണ് അവിടെ, നെക്കി ഇക്കറും കൂടിയിട്ട്. മക്കൾക്ക് പിന്നെ ഈ സാധനങ്ങൾ കണ്ണിൽ പെട്ടാൽ മതി, അത് കാലിയാക്കണവരെ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് രാത്രി ഫുഡ് ഏട്ടൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഷവായും കുബൂസൊക്കെ വാങ്ങിയിട്ടാണ് മൂപ്പരാള് വന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചി എന്തെങ്കിലും ലെഗ് പീസ് എടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കട്ടെ. ലെഗ് പീസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന 2 പേരുണ്ട് ഇവിടെ. ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്ത് വന്ന് ചോദിക്കും. എപ്പോഴും ഏട്ടൻ പറഞ്ഞ ഡയലോഗാണ്, ഒരു കോഴിക്ക് ഇവിടെ 2 കാലേ കാണത്തുള്ളൂ എന്ന്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കിടക്കാൻ നേരത്ത് ഓരോന്നും പറഞ്ഞിരിക്കുമ്പോൾ ലെക്ക് തൊട്ടപ്പുറത്ത് പാട്ട് പാടാണ്. ഞാനിപ്പുറത്തെ ഏട്ടനോട് ചെറിയ പരാതികൾ പറയുന്നുണ്ട്. ഏട്ടാ എനിക്ക് 30 വയസ്സായി ഏട്ടാ. ഈ പിറന്നാൾ അങ്ങോട്ട് വന്നപ്പോ ഏട്ടന്റെ അതും പറഞ്ഞ് കളിയാക്കുന്ന എനിക്ക് വയസ്സ് കൂടുന്ന വിചാരിച്ചിട്ട് പിറന്നാൾ വരാൻ പാടില്ല അല്ലേ, എന്താ ചെയ്യാലേ.